നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റർ അദ്ദേഹത്തിൻ്റെ മോർണിംഗിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ റീൽ കാണിക്കുകയാണ്. കോഫി, സൺറൈസ്, ജേർണലിംഗ്, പെർഫെക്റ്റ്ലി ഫിലിംഡ്. ഇനി യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ വേറൊരു ക്രിയേറ്ററിൻ്റെ ഒരു 20 മിനിറ്റ് ഡെയിലി വ്ളോഗ് നിങ്ങൾ കാണാണ്. എഡിറ്റഡ് വിത്ത് മ്യൂസിക്, ട്രാൻസിഷൻസ്, ക്യാപ്ഷൻസ്, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു വീഡിയോ. അതുപോലെ ഒരു ക്രിയേറ്റർ അവരുടെ ബർത്ത് വ്ളോഗ് ഷെയർ ചെയ്യുന്നു, കുട്ടികളായിട്ടുള്ള മെമ്മറീസ് ക്യാപ്ചർ ചെയ്ത വീഡിയോസ് ഇടുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഓർമ്മകളും നല്ല മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്നു. ഈവൻ നമ്മുടെ ലവ്ഡ് വൺസ് നമ്മളെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ആ ഒരു ഓർമ്മകളെ പറ്റി അവർ പങ്കുവയ്ക്കുന്നു. നല്ല നല്ല നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്ത് അതൊരു ഫിലിം പോലെ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സംവെയർ ഇൻസൈഡ് യു എ ക്വയറ്റ് വോയിസ് സേസ്, വൈ ആം ഐ നോട്ട് ഡൂയിങ് ദിസ്? ഞാനിതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്കെന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഈ ഫീലിങ്ങിൻ്റെ പേരാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് എ ഡിഫറെൻറ്റ് ഫോമോ ഓഫ് നോട്ട് ഡോക്യുമെൻറ്റിങ് യുവർ ലൈഫ്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് മൈ ഓൺ സ്റ്റോറി. എൻ്റെ മോൻ ജനിച്ച ടൈമിൽ ഞാൻ എല്ലാ ദിവസവും അവൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു. അവൻ്റെ ഓരോ എക്സ്പ്രഷൻസ്, ഓരോ മൈൽ സ്റ്റോൺസ്, എവറി ഓർഡിനറി മൊമെൻറ്റ് ഐ യൂസ് ടു ക്യാപ്ചർ. ആൻഡ് ഇതൊക്കെ ക്യാപ്ചർ ചെയ്ത് നമുക്കറിയാം കുട്ടികളുടെ മുഖം ഓരോ ദിവസം ഇങ്ങനെ മാറും അല്ലെ, ഒരുപാട് ചേഞ്ചസ് അവർക്ക് വരും. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇവൻ്റെ ഓരോ ചേഞ്ചസ്, പണ്ടത്തതും ഇപ്പോഴത്തെയും ചേഞ്ചസ് ഒക്കെ നോക്കും, അതൊക്കെ കമ്പയർ ചെയ്യും. ആൻഡ് ഐ വുഡ് സീ ഹൗ മച്ച് ഹി ഹാഡ് ചേഞ്ച്ഡ്. ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഈ ഫോട്ടോസൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഞാൻ ചെയ്യണം. അപ്പം എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് അവൻ്റെ ഓരോ നിമിഷങ്ങളും ഞാൻ സൂക്ഷിച്ച് വെക്കണം, അത് ഡോക്യുമെൻ്റ് ചെയ്യണം. പക്ഷെ ഓവർ ദ ടൈം ഞാൻ റിയലൈസ് ചെയ്തു, ആക്ച്വലി ഐ എം ലുക്കിംഗ് ബാക്ക്വേർഡ് ത്രൂ എ ലെൻസ്. ഐ എം നോട്ട് ഹിയർ ആക്ച്വലി. എൻ്റെ ചിന്തകൾ മാറാൻ തുടങ്ങി. അവൻ്റെ ഫോട്ടോസുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒന്നും ശാശ്വതമല്ല, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനും നമ്മളിങ്ങനെ പിടിച്ചു കെട്ടാനോ പിടിച്ചു നിർത്താനോ അതിലൊന്നും ഒരു അർത്ഥമില്ല. പഴയതിലേക്ക് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സഫറിങ്. ആൻഡ് ഇന്ന് എനിക്ക് എൻ്റെ ആ ഷിഫ്റ്റിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റിയൽ പ്രോബ്ലം, ഇൻഫ്ലുവൻഷ്യൽ കൾച്ചർ ആൻഡ് ഡോക്യുമെന്റേഷൻ ട്രാപ്പ്. ഇന്ന് സോഷ്യൽ മീഡിയ ഒരു പുതിയ തരം പ്രഷർ നമ്മൾക്ക് തരികയാണ്. നമ്മളുടെ ലൈഫ് കണ്ടന്റ് പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പ്രഷർ. ഇന്ന് പല ക്രിയേറ്റേഴ്സും എല്ലാം ഡോക്യുമെന്റ് ചെയ്യാണ്. ട്രാവല്, മീൽസ്, ഗ്രീഫ്, ഈവൻ ലോസ്, ഒരാളുടെ മരണം പോലും ഡോക്യുമെന്റ് ചെയ്യാണ്. ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഓക്കെ, പലർക്കും അതൊരു ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ അത് അവരുടെ ജോലിയാണ്. ആൻഡ് വി ആർ നോട്ട് ഹിയർ ടു ജഡ്ജ് എനിവൺ. പക്ഷേ സാധാരണ ആൾക്കാർ അവരുടെ ജീവിതം ഈ ക്രിയേറ്റർ ഡോക്യുമെൻ്റ് ചെയ്ത ആ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം എന്നല്ല, ദർ ഈസ് വെയർ സഫറിങ് ബിഗിൻസ്. നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ മിസ്സിങ് സംതിങ്, അല്ലെങ്കിൽ അതൊരു ലെസ് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫ് മീനിങ് ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. ലൈക്ക് ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്മറീസും കൗണ്ട് ചെയ്യില്ല എന്ന രീതിയിൽ. പണ്ട് ഈ ക്യാമറ ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് നമ്മൾക്കുണ്ടായ മൊമെന്റ്സിൽ എന്തെങ്കിലും കുറവുണ്ടോ? അന്ന് നമ്മളെല്ലാവരും ജീവിതം ആസ്വദിച്ചിട്ടില്ലേ? ക്യാമറയിൽ പലതും പകർന്നിട്ടുണ്ടാവില്ല, പക്ഷേ വി സ്റ്റിൽ വാല്യൂ ദോസ്, റൈറ്റ്? ഓൾ ദോസ് മൊമെന്റ്സ് വിത്ത് അവർ പാരൻസ്, വിത്ത് അവർ ഗ്രാൻഡ് പാരൻസ്. സോ ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം, ഒന്നും ശാശ്വതമല്ല എന്നതിൽ നിന്ന് ഞാൻ പഠിച്ചത് ഡിറ്റാച്ച്മെന്റ് എന്നൊരു കാര്യമാണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോൺ എവിടെയും കളഞ്ഞിട്ട് ഒരു ഫോട്ടോ നമ്മൾ ലൈഫിൽ എടുക്കുന്നില്ല എന്നൊന്നുമല്ല. അതായത് നമ്മളൊരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യണം, നമ്മളൊരു മെമ്മറി ഫോട്ടോയിലൂടെ ക്യാപ്ചർ ചെയ്യണം. പക്ഷെ നമ്മളിങ്ങനെ പ്രഷറൈസ്ഡ് ആവരുത്. ആ ഫോട്ടോ എടുത്ത് നല്ല ആൾക്കാരെ കാണിക്കണം, അങ്ങനെ പ്രഷറൈസ് ചെയ്ത് നമ്മൾ ആ ഒരു മൊമെന്റിന്റെ ബ്യൂട്ടി നശിപ്പിക്കരുത്. ആ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണം. ഡോണ്ട് മിസ് ദാറ്റ് മൊമെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ മൊമെന്റ് ക്യാപ്ചർ ചെയ്തു, ഇൻ കേസ് ആ ഫോട്ടോ എങ്ങാനും ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇസ് ഇറ്റ് എ സഫറിങ് ഫോർ യു? ദെൻ ആക്ച്വലി യു ആർ ക്ലിങ്ങിങ് ടു ദാറ്റ് ഫോട്ടോ. ആക്ച്വലി ഈ ക്ലിങ്ങിങ് ഇറ്റ് സെൽഫ് ഇസ് എ സഫറിങ്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഒരു ഫോട്ടോനും നമ്മുടെ ഫീലിംഗ് ഫുള്ളി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വീഡിയോക്കും നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊണ്ടുതരാൻ പറ്റില്ല. റിയൽ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെയാണ്. ഇറ്റ്സ് ലിവ്സ് ഹിയർ, നോട്ട് ഇൻ ദ സ്റ്റോറേജ്, നോട്ട് ഇൻ എനി ഫോൾഡർ. ഇറ്റ്സ് ആക്ച്വലി ഹിയർ. ഇതിന് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കോളേജിലെ സുഹൃത്ത്, എൻ്റെ അടുത്ത സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു. ആ ഫോട്ടോന് ചുറ്റിപ്പറ്റിയിട്ടുള്ള സിറ്റുവേഷൻസ് അവൾ പറഞ്ഞു, ഇത് ആ ഒരു നിമിഷം അവളിങ്ങനെ ചിരിച്ചുകൊണ്ടായത് പറയുന്നത്. അതായത് ഞാൻ ആ ഒരു സിനാരിയോയിൽ ഉണ്ടായിരുന്നു, ഞാനാണ് ആ ഒരു കോമഡി കഥാപാത്രം. അപ്പോൾ ആ കോമഡി ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നിനക്ക് ഓർമ്മയില്ലേ നീ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും എത്ര ചിരിച്ചു അന്ന് നമ്മളെടുത്ത ഫോട്ടോ ആണിത്, നമ്മളുടെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണിത്. പക്ഷേ എനിക്ക് അതും ഓർമ്മ തന്നെയില്ല, എനിക്ക് മറന്നുപോയി എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് ഇവൾ പറയുന്നത്, ഇതൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളുടെ ഓർമ്മ ഇതിൻ്റെ അകത്തില്ലെങ്കിൽ പിന്നെ ഇതിൽ മീനിങ് ഇല്ല ഈ ഫോട്ടോയിൽ. സോ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോട്ടോ. ഇവിടെയാണ് എല്ലാം ഉള്ളത്, ഇവിടെയാണ് ഫീലിങ്സ് ഉള്ളത്. ഈവൻ സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതുകൊണ്ടല്ല നമ്മൾ സഫർ ചെയ്യുന്നത്. നമ്മൾക്ക് എന്ത് സംഭവിക്കുമ്പോഴും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ആ അറ്റാച്ച്മെന്റ് ആണ് യഥാർത്ഥ സഫറിങ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ മൊമെന്റ്സ്, നമ്മൾക്ക് അവരോടൊപ്പമുള്ള ആ മൊമെന്റ്സ്, അതൊക്കെ നമ്മളുടെ ഉള്ളിലാണ് പലതും തരുന്നത്. ആൻഡ് ദാറ്റ് ഫീലിംഗ് നോ ഹാർഡ് ഡ്രൈവ് ഓർ ഫോൾഡർ ക്യാൻ സേവ്. നൗ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ 3 shifts happened inside me and you can also try that. നമ്പർ 1 കാര്യം ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആ മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ തെറ്റെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞേ, നമ്മൾ ആ ഫോട്ടോ എടുക്കേണ്ട പ്രഷറിൽ നമ്മൾ ആ മൊമെന്റ്സ് മിസ് ചെയ്യരുത്. ദാറ്റ് ഇസ് വാട്ട് ഐ റിയലി മീൻ. അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക മെമ്മറീസിന്, ദെൻ പുട്ട് ദാറ്റ് ഫോൺ ഡൗൺ, എൻജോയ് ദാറ്റ് മൊമെന്റ്, ബി ഇൻ ദാറ്റ് മൊമെന്റ് ആൻഡ് ഓൾവേസ് റിമെമ്പർ യു ഡോണ്ട് നീഡ് 10 photos ഓഫ് ദ സെയിം തിങ്. ഞാനൊരു ഫോട്ടോഗ്രാഫീൻ്റെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോഗ്രാഫി ക്ലാസ്സിലെ സാർ എന്നോട് പറഞ്ഞത്, ഒരു റിയൽ ഫോട്ടോഗ്രാഫർ മാക്സിമം 2 photos എടുക്കുള്ളൂ. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യും, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ കറക്റ്റ് ചെയ്ത് രണ്ടാമത് ക്ലിക്ക് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ എത്ര ഫോട്ടോസാണ് എടുക്കുന്നത്, ഒരേ സ്ഥലത്ത് ഒരേ പോസ്റ്റിൽ എത്ര ഫോട്ടോസ്. അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ശരിക്കും? എനിക്ക് ഓർമ്മ വരുന്നത്, ഐ വിൽ നോട്ട് ജഡ്ജ് എനിവൺ, ഓക്കെ. ഐ വാസ് ഓൾസോ ഇൻ ദാറ്റ് സ്റ്റേജ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ കോളേജിൽ ടൂർ, എല്ലാ വർഷവും കോളേജ് ടൂർ പോയി കഴിഞ്ഞാൽ ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ ഈ കോളേജ് ടൂറിൻ്റെ ഇടയിൽ ആരെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി ആ ഫോട്ടോയിലും വരും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും എന്നെ ട്രോൾ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ചിന്ത, എല്ലാ ഫോട്ടോയിലും ഞാൻ വേണം, ഫോട്ടോ ക്രിയേറ്റ് ഔട്ട് ഓഫ് മെമ്മറി, ലൈക്ക് ആ മെമ്മറീസിലൊക്കെ ഞാൻ വേണം, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ അതേ ഞാൻ ഇപ്പം ഐ റിമെമ്പർ, ഞാനൊരു ട്രിപ്പിന് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഫോട്ടോ എടുത്തു. അപ്പം ആ ഫോട്ടോ കൊള്ളില്ല. പണ്ടത്തെ ഞാനാണെങ്കിൽ 100 ഫോട്ടോ എടുപ്പിച്ചേനെ, ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ആ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു, ഇത് കൊള്ളൂല, ഒന്നും കൂടി എടുക്കാം. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്കിത് മതി. അതായത് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒരു ഫോട്ടോ കിട്ടി മതി. ഐ എം നോട്ട് അറ്റാച്ച്ഡ് ടു എനി ഫോട്ടോസ്. എനിക്ക് അവിടെ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ ജീവിക്കാനാണ് ഇപ്പം ഇഷ്ടം, rather than clicking lot of pictures. Because നമ്മുടെ തലേന്ന് ഈ മെമ്മറി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോന് ഒരു കാര്യമില്ല. So I want to just be in that moment and enjoy everything. And next കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ask yourself, whenever you click a photo, ask yourself, are you taking it to capture that moment or do you want to show it to others? 4 ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, നിങ്ങൾക്ക് തന്നെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളത് എടുക്കുന്നത്? കാരണം ഇൻറ്റൻഷൻ മാറ്റേഴ്സ്. നമ്മൾ ഈ ക്രിയേറ്റേഴ്സ് ഒക്കെ അവർ ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്, ഇറ്റ് ഈസ് ദെയർ ജോബ്, ഇറ്റ് ഈസ് ദെയർ വർക്ക് അല്ലേ. അവർക്ക് അത് നമ്മളെ കാണിച്ചു തരലാണ് അവരുടെ ജോലി. ഇപ്പോൾ ട്രാവൽ വ്ളോഗ്സ്, ട്രാവൽ വീഡിയോസ് എടുത്ത് നമുക്കത് കാണിച്ചു തരുന്നു. ആൻഡ് നമ്മളുടെ ജോലി അതാണോ? ആൻഡ് ഷിഫ്റ്റ് നമ്പർ 3, ഓൾവേസ് റിമെമ്പർ, ഫോർഗെറ്റിംഗ് ഈസ് നോട്ട് എ ഫെയിലിയർ. ഒന്ന് മറന്നു പോവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മോൻ്റെ പഴയ മുഖം ഞാൻ മറന്നുപോയി, എൻ്റെ അടുത്ത് ഫോട്ടോ ഇല്ല അത് ഓർക്കാൻ. ഇറ്റ്സ് ഓക്കെ. വി ആർ നോട്ട് മെന്റ് ടു ക്യാരി എവറി മൊമെൻറ്റ്, എവറി മെമ്മറീസ് കോൺഷ്യസ്ലി. എന്താണോ നിങ്ങൾക്ക് ട്രൂലി വേണ്ടത് അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. വാട്ട് എവർ മേക്സ് യു എ ബെറ്റർ പേഴ്സൺ, ഇറ്റ് ഈസ് സ്റ്റേയിങ് ദെയർ ക്വയറ്റ്ലി. ഓൾവേസ് റിമെമ്പർ, അൺഡോക്യുമെൻറ്റഡ് ലൈഫ് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ ലവ്ഡ് വൺസിൻ്റെ, എൻ്റെ മക്കളുടെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയുടെ ഫോട്ടോ ഒന്നും ഒരുപാടൊന്നും എൻ്റെ അടുത്തില്ല, അതിലെപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഗിൽറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിയർ ദിസ്, യു വെയർ ദെയർ. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഇനഫ്. നിങ്ങളുടെ സ്നേഹം റിയലായിരുന്നു. ആൻഡ് മെമ്മറി, ആ മെമ്മറിയൊക്കെ നിങ്ങളിലാണ് ജീവിക്കുന്നത്, ആൽബത്തിലല്ല. നിങ്ങൾക്ക് എന്താണോ മെമ്മറിയിലുള്ളത്, നിങ്ങൾക്ക് എന്തിലാണോ ഫീലിങ്സ് ഉള്ളത്, അതേ നിങ്ങൾക്ക് ആൽബം കാണുമ്പോൾ ആ ഫീല് വരുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ, പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്ക്, കോളേജിലത്തെ കുറേ ഫോട്ടോസ് എടുത്ത് നോക്ക്, കുറേ ഒന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഫീലും ഇല്ല അതിൽ. ഓ, ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലേ, ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് നല്ല മെമ്മറി ഉണ്ട്, നമ്മൾ എൻജോയ് ചെയ്ത നിമിഷങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോ ഉണ്ടോ നമുക്ക് ആ ഓർമ്മകളിലേക്ക് നമ്മൾ പോകും. So still I'm saying there is nothing wrong in capturing it, but don't miss the moment. Don't pressurize yourself. മറ്റുള്ളവരെ കാണിക്കാൻ ഫോട്ടോ എടുത്ത് നല്ല നിമിഷങ്ങൾ നശിപ്പിക്കല്ലേ. ആൻഡ് സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് ഓർ ഡോക്യുമെൻ്റ് യുവർ ലൈഫ്, പ്ലീസ് ഗോ ഹെഡ്. അത് നിങ്ങൾക്ക് ഒരുപാട് ജോയ് തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഗോ ഹെഡ്. ബട്ട് ഓൾവേസ് റിമെമ്പർ, ആ ഡോക്യുമെൻറ്റേഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, ആ ക്യാമറയ്ക്ക് പിന്നിലുള്ള ബിഹൈൻഡ് ദ സീൻസിനാണ് ഇമ്പോർട്ടൻസ്. So live first, capture it if you want,
ക്യാപ്ചർ ചെയ്യാണ്ടിരിക്കുമ്പം ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു എന്നൊന്നും ഒരിക്കലും തോന്നരുത്. ബിക്കോസ് നിങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങളുടെ പ്രസൻസ്, ആ പ്രസൻസ് ഒരിക്കലും ഒരു ക്യാമറക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ എൻജോയ് യുവർ ലൈഫ്, ലീവ് ദ ഫോമോ. ഒന്നും ശാശ്വതമല്ല. ഏതൊരു അറ്റാച്ച്മെൻറ്റും സഫറിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ. ബൈ.